ഓം ശാന്തി. 9/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഓരോരുത്തരുടെയും നാഡി നോക്കി ആദ്യമേ അവർക്ക് അൽഫായിൽ നിശ്ചയം ഉറപ്പിക്കൂ. എന്നിട്ട് മുന്നേറൂ. അൽഫായിൽ നിശ്ചയമില്ലാതെ ജ്ഞാനം കൊടുക്കുന്നത് ടൈം വേസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ജ്ഞാനം പുതിയതാണ്. ബാബ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ഇന്നേ വരെ നാം കേട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത്രയും വ്യത്യസ്തമായ ഒരു ചിന്താഗതി ഒരാൾ സ്വീകരിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അത് ആരാണ് പറയുന്നത് എന്നത് നാം അറിയണം. ആരാണോ പറയുന്നത് അവർ നമ്മൾക്ക് വിശ്വാസയോഗ്യരാണെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണ് എന്നത് കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കും. ഇന്ന് ബാബ പറയുന്നു, എല്ലാവർക്കും ഏറ്റവും ആദ്യം അലഫിൽ നിശ്ചയം ഉറപ്പിക്കണം. അതായത് ബാബയിൽ വിശ്വാസം വരുത്തണം. ബാബ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന വിശ്വാസം വരുമ്പോഴാണ് കാര്യങ്ങൾ സ്വീകാര്യമാകുന്നത്. എന്നാൽ അൽഫായിൽ, അതായത് ബാബയിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനം പിന്നെ കേൾപ്പിക്കുന്നത് വ്യർത്ഥമാകും. കാരണം ഈ ജ്ഞാനം പുതിയതാണ്. ഇത് ബാബയ്ക്ക് മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ചോദ്യം: ഏത് മുഖ്യമായ ഒരു പുരുഷാർത്ഥം സ്കോളർഷിപ്പ് എടുക്കുന്നതിന് അധികാരിയാക്കി മാറ്റുന്നു? ഉത്തരം: അന്തർമുഖതയുടെ. നിങ്ങൾ വളരെ അന്തർമുഖിയായിരിക്കണം. ബാബ മംഗളകാരിയാണ്. മംഗളത്തിനായി തന്നെയാണ് നിർദ്ദേശം നൽകുന്നത്. ആര് അന്തർമുഖി യോഗി കുട്ടികളാണോ അവരൊരിക്കലും ദേഹാഭിമാനത്തിൽ വന്ന് പിണങ്ങുകയോ വഴക്കടിക്കുകയോ ഇല്ല. അവരുടെ ചലനം വളരെ റോയലും മികച്ചതുമാകും. വളരെ കുറച്ച് സംസാരിക്കുന്നു. യജ്ഞസേവനത്തിൽ താൽപ്പര്യം വയ്ക്കുന്നു. അവർ കൂടുതൽ ജ്ഞാനം പറയുന്നില്ല, ഓർമ്മയിലിരുന്ന് സേവനം ചെയ്യുന്നു. ഏതു പുരുഷാർത്ഥമാണ് നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് നമ്മെ യോഗ്യരാക്കി മാറ്റുന്നത്? ആ പുരുഷാർത്ഥമാണ് അന്തർമുഖതയുടേത്. നാം വളരെ അന്തർമുഖിയായിരിക്കണം. അന്തർമുഖി എന്നാൽ നാം നമ്മളിൽ തന്നെ ശ്രദ്ധ കൊടുക്കുക. അതായത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളെക്കുറിച്ച് എന്നാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ശരീരമാകുന്ന വസ്ത്രത്തെക്കുറിച്ചോ ഈ ശരീരത്തിലൂടെ നാം അഭിനയിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ചോ അല്ല, പകരം ഞാൻ എന്ന അഭിനേതാവിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ഈ അഭിനേതാവിനെ ശക്തമാക്കുന്നതിനാണ് നാം നമ്മളിൽ തന്നെ, അതായത് ആത്മാവിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അതിനെ അന്തർമുഖത എന്ന് പറയുന്നു. ബാബ നമ്മുടെ അച്ഛനാണ്, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെ എല്ലാം അറിയുന്നവനായ ബാബ നമ്മുടെ മംഗളത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് നിർദ്ദേശം തരുന്നത്. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ അതുപോലെ തന്നെ കൊണ്ടുവരണം, പകർത്തണം. ഇതിൽ നമ്മൾക്ക് മംഗളം മാത്രമേ ഉള്ളൂ. ആരാണോ അന്തർമുഖിയായിരിക്കുന്ന യോഗി കുട്ടികൾ അവരൊരിക്കലും ശരീരബോധത്തിൽ വന്ന് വഴക്കടിക്കുകയോ പിണങ്ങുകയോ ചെയ്യുന്നില്ല. അവരുടെ ചലനം വളരെ റോയലും മികച്ചതും ആയിരിക്കും. കാരണം അവർ പവിത്രമാകുന്നവരാണ്. വളരെ കുറച്ചു മാത്രമായിരിക്കും അവർ സംസാരിക്കുന്നത്. എന്നാൽ യജ്ഞസേവനത്തിൽ തൽപരരും ആയിരിക്കും. അവരധികം ജ്ഞാനം വിളമ്പുന്നില്ല, എന്നാൽ ഓർമ്മയിലിരുന്ന് സേവനം ചെയ്യുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. യോഗത്തിൽ ശരിക്കും പരിശ്രമമുണ്ട്. ട്രയൽ ചെയ്തു നോക്കണം. കർമ്മത്തിലിരിക്കെ എത്ര സമയം ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കുന്നു എന്ന്. ഓർമ്മയിലിരിക്കുന്നതിലാണ് മംഗളമുള്ളത്. മധുരമായ പ്രിയതമനെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കണം. 2.
സൂക്ഷ്മബുദ്ധിയായി ഈ നാടകത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കണം. ഇത് വളരെ വളരെ മംഗളകാരിയായ നാടകമാണ്. നമ്മൾ എന്ത് സംസാരിക്കുന്നുവോ ചെയ്യുന്നുവോ അത് പിന്നെയും 5000 വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റാകും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി സന്തോഷത്തിലിരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, യോഗം ചെയ്യുന്നതിൽ പരിശ്രമമുണ്ട്, അതും ധാരാളം പരിശ്രമമുണ്ട്. അതിനാൽ അഭ്യസിക്കണം. കർമ്മം ചെയ്യുന്ന സമയത്തും നമ്മുടെ ഓർമ്മ നിലനിൽക്കുന്നുണ്ടോ എന്നത്. ഓർമ്മയിലിരിക്കുന്നതിലാണ് മംഗളമുള്ളത്. വളരെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയതമനെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. എത്ര ഓർമ്മിച്ചു, എങ്ങനെ ഓർമ്മിച്ചു, ഏത് സമയം ഓർമ്മിച്ചു, എത്ര ആഴത്തിൽ ഓർമ്മിച്ചു എന്നത് ചാർട്ട് വയ്ക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ മനസ്സിലാക്കിച്ചു തരികയാണ്, സൂക്ഷ്മബുദ്ധിയായി ഈ ഡ്രാമയെ മനസ്സിലാക്കണം. ഇത് വളരെ വളരെ മംഗളം നിറഞ്ഞ നാടകമാണ്. ബാബ എപ്പോഴും കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ നാടകത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അത് നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും മംഗളമായേ വരുള്ളൂ. നമ്മൾക്ക് അമംഗളമായി ഈ നാടകത്തിൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. ഈ കാര്യം എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രയും നമ്മളുടെ കർമ്മവും ശ്രേഷ്ഠമായിരിക്കും. നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കണം, നാം എന്താണോ സംസാരിക്കുന്നത്, ചെയ്യുന്നത്, അത് 5000 വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റാകുന്നതാണ്, ആവർത്തിക്കുന്നതാണ്. അപ്പോൾ മോശമായ ഒരു കർമ്മവും ഒരു സംസാരവും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. കാരണം അത് 5000 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും സംഭവിക്കും. വരദാനം: തൻ്റെ ശ്രേഷ്ഠ ജീവിതത്തിലൂടെ പരമാത്മാ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ പ്രൂഫ് നൽകുന്ന മായ പ്രൂഫായി ഭവിക്കട്ടെ. സ്വയം തന്നെ പരമാത്മാ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ തെളിവ് അല്ലെങ്കിൽ പ്രൂഫ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ മായ പ്രൂഫ് ആയിത്തീരും. പ്രത്യക്ഷ തെളിവാണ് താങ്കളുടെ ശ്രേഷ്ഠവും പവിത്രവുമായ ജീവിതം. ഏറ്റവും വലിയ അസംഭവ്യത്തിൽ നിന്നും സംഭവ്യമായ കാര്യം കുടുംബത്തിലിരിക്കെ പരവൃത്തിയിലിരിക്കുക എന്നതാണ്. ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും ഉപരിയായി, അതായത് വേറിട്ട് ഇരിക്കുക. ഈ പഴയ ശരീരത്തിലെ കണ്ണുകൾ കൊണ്ട് പഴയ ലോകത്തിലെ വസ്തുക്കളെ കണ്ടുകൊണ്ടും കാണാതിരിക്കണം. അതായത് സമ്പൂർണ്ണ പവിത്ര ജീവിതം നയിക്കണം. ഇതാണ് പരമാത്മാവിനെ പ്രത്യക്ഷമാക്കുന്നതിന്, അതുപോലെ മായ പ്രൂഫ് ആകുന്നതിനുള്ള സഹജ മാർഗം. എപ്പോഴാണോ നാം നമ്മെ തന്നെ പരമാത്മാ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ തെളിവാക്കുന്നത് അല്ലെങ്കിൽ പ്രൂഫാണ് എന്ന് മനസ്സിലാക്കുന്നത്, അപ്പോൾ നാം മായ പ്രൂഫ് ആയിത്തീരും. ഈ പരമാത്മാ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ തെളിവ് എന്നത് നമ്മുടെ ശ്രേഷ്ഠമായ പവിത്രമായ ജീവിതമാണ്. ലോകർ കുടുംബത്തിലിരിക്കെ പവിത്രമായിരിക്കുക എന്നത് അസംഭവ്യമാണെന്ന് ചിന്തിക്കുന്നു. എന്നാൽ നാം ഈ അസംഭവ്യമായ കാര്യത്തെയും സംഭവ്യമാക്കിയവരാണ്. കുടുംബത്തിലിരിക്കെയും ഉപരിയായി ഇരിക്കുന്നു, അതായത് ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിലുള്ള സംബന്ധങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ഈ പഴയ ശരീരത്തിലുള്ള കണ്ണുകളിലൂടെ ഈ ലോകത്തിലെ എന്തെല്ലാം നാം കാണുന്നുവോ അതിനെയൊന്നും കാണാതും ഇരിക്കുന്നു, അതായത് സമ്പൂർണ്ണ പവിത്ര ജീവിതം നയിക്കുന്നു. ഇത് തന്നെയാണ് പരമാത്മാവിനെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള, നാം സ്വയം മായ പ്രൂഫ് ആകുന്നതിനുള്ള സഹജ മാർഗം. സ്ലോഗൻ: അറ്റൻഷൻ ആകുന്ന കാവൽക്കാരൻ ശരിയാണ് എങ്കിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുക സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് എന്നത് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പ്രാപ്തികളുമാണ്. അതിൽ പ്രത്യേകിച്ചും അതീന്ദ്രിയ സുഖവും ഉണ്ട്. എപ്പോഴാണോ നാം ശ്രദ്ധിക്കുന്നത് അപ്പോൾ
ഈ സമ്പത്തുകളൊന്നും, പ്രത്യേകിച്ച് അതീന്ദ്രിയ സുഖം, ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. എപ്പോൾ ശ്രദ്ധ കുറയുന്നുവോ അപ്പോഴാണ് സമ്പത്തുകൾ നഷ്ടമാകുന്നത്. ഓം ശാന്തി.